ഷമാസ് വ്ളോഗ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? നമ്മുടെ നാട്ടിൽ ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മഴ ഉണ്ട്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കറണ്ടും ഇല്ല. ലൈൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈനിൽ കൂടെ കിടക്കുന്ന ശാഖകളൊക്കെ മുറിച്ച് പുറത്തോട്ട് മുറിച്ച് മാറ്റുകയാണ്. പിന്നെ നിങ്ങളെല്ലാവരും എന്നോട് കാണിക്കുന്ന സഹകരണത്തിന് വളരെയധികം നന്ദി. എല്ലാവരോടും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരോടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദിയുണ്ട്. എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. ഇനിയും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻ്റ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു കൂട്ടുകാരിയും മകളും പേരക്കുട്ടിയും ഒക്കെ ആയി ഞാൻ കണക്കാക്കുന്ന ഒരു കുട്ടി എന്നോട് റൊട്ടി ഉണ്ടാക്കി അതെയാണ് സംഭവമാണ്. നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ തന്നെ താമസിക്കുന്നത്. അവർ ഹിന്ദിയാണ്, ബീഹാറിലെ പാട്നയാണ് അവരുടെ സ്വദേശം. ഹസ്ബൻഡ് നാട് ഡൽഹി. അവർക്കിപ്പോൾ മലയാളം അറിയില്ല, ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിച്ച് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അങ്ങനെ റൊട്ടി ഉണ്ടാക്കി തന്നാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. കിച്ചണിലേക്ക് പോവാം. ആ കുട്ടിയുടെ പേര് സൃഷ്ടി എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മോള്. സൃഷ്ടി എന്നാണ് പേര്. ഹസ്ബൻഡിൻ്റെ പേര് കൃതീഷ് ചന്ദ്ര എന്നാണ്. എനിക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. നമ്മുടെ ചപ്പാത്തി അവരുടെ നാട്ടിൽ റൊട്ടി എന്നാണ് പറയുന്നത്. അവർ പറയുന്നത് ഹിന്ദിയിൽ ചപ്പാത്തിയെ റൊട്ടി എന്ന് പറയും, ഇംഗ്ലീഷിലാണ് ചപ്പാത്തി എന്ന് പറയുന്നതെന്നാണ്. മിക്കവാറും എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. ഞാൻ കണ്ണ് സർജറി ആയിട്ട് ഇരുന്നപ്പോൾ എനിക്ക് മിക്കവാറും വന്ന് ചപ്പാത്തി പൂരി ഉണ്ടാക്കി തരും. പൂരി അത് വേറെ ടൈപ്പാണ്. അത് ഞാൻ വേറെ ദിവസം വീഡിയോ ഇടാം, അവരുണ്ടാക്കുന്ന പൂരി. നല്ല സഹകരണ മനോഭാവമുള്ള കുട്ടിയാണ്. സൃഷ്ടി എന്നാണ് പേര്. സൃഷ്ടിയുടെ ഹസ്ബൻഡിൻ്റെ പേര് കൃതീഷ് ചന്ദ്ര എന്നാണ്. ഹസ്ബൻഡിന് ഇവിടെ അടുത്താണ് ജോലി. അതുകൊണ്ടാണ് അവർ ഇവിടെ താമസിക്കാൻ വന്നത്. മലയാളം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട് എനിക്ക്. നല്ല ചപ്പാത്തി പരത്തുന്നുണ്ടോ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം എനിക്ക് വന്ന് ചപ്പാത്തി ഉണ്ടാക്കി തരുന്നത് നിങ്ങളുമായിട്ടൊരു ദിവസം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ. നല്ല ദൈവവിശ്വാസമുള്ള ആൾക്കാരാണ്. മിക്കവാറും ദിവസങ്ങളിൽ പൂജ ഉണ്ടായിരിക്കും. ഒരു വശം മാത്രം പാനിലിട്ട് വാങ്ങിയിട്ട് മറുവശം ഡയറക്റ്റ് ഫ്ലെയിമിൽ കാണിച്ച്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ ചപ്പാത്തിക്ക് എന്താണ് റൊട്ടി എന്ന് പറഞ്ഞാൽ അത് ഹിന്ദി വാക്കാണെന്ന്, ചപ്പാത്തി ഇംഗ്ലീഷ് വാക്കാണെന്ന് ചുറ്റി പറഞ്ഞു. വളരെ സ്പീഡിൽ തന്നെ കുഴച്ച് പരത്തി. ഇതിൽ ഈ ചപ്പാത്തി കുഴച്ചതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഉപ്പോ നെയ്യോ എണ്ണയോ അതൊന്നും ചേർത്തിട്ടില്ല. വെറും വെള്ളം ഒഴിച്ചാണ് കുഴച്ചത്. പാനിലും നെയ്യോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പാനിലും നെയ്യോ എണ്ണയോ ഒക്കെ തൂത്ത് തടവും, മാവിലും ചേർക്കും. പക്ഷേ ഇത്രയും പൊള്ളി